വെള്ളമാണ് കേട്ടോ തിളച്ചോണ്ടിരിക്കുന്നത്. ഇതിലേക്ക് അമ്മ എന്താ ചെയ്യണേന്ന് നോക്കി. പച്ചരി കേട്ടോ. ഇത് സസ്പെൻസ് എന്നാന്നുള്ളത്. ഇത് എന്താ ചെയ്ത് ഈ സംഭവം നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണമല്ലോ എന്ന് കരുതി വൈകുന്നേരം ഇപ്പൊ റസ്കും ചായയൊക്കെ കഴിക്കും. അപ്പൊ അത് കാരണം ഞാൻ കരുതി അപ്പൊ അരി ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അതിന്റെ ഒരു ഐറ്റം തന്നെ തയ്യാറാക്കാന്ന് കരുതി. എന്നാന്നുള്ളത് പിന്നാലെ അറിയാം എന്നാന്നുള്ളത്. എന്തായാലും പച്ചരി വേവിക്കാണ്. അതെ, ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അത് വേവട്ടെ. വെന്ത് കഴിയുമ്പോ പറയാം കേട്ടോ. വേവുമ്പോ പറയാം എന്നാന്നുള്ളത്. വേവുമ്പോ ബാക്കി ഐറ്റം ഒക്കെ ചേർക്കാനുണ്ട്. എന്തായാലും അവിടെ നിന്ന് വേവട്ടെ. കുറച്ച് സമയം എടുക്കും. സമയം എടുക്കും. 10 മിനിറ്റ് എന്തായാലും എടുക്കും. പച്ചരിയല്ലേ. അതെ, എന്ത് കഴിയുമ്പോ കാണാം. നന്നായിട്ട് വെന്തു അല്ലേ? നല്ല സൂപ്പറായിട്ട്. ചെറിയ കുറുകല് പാകത്തിന് തേങ്ങ ചേർക്കണം. തേങ്ങയും അതിൻ്റെ കൂടെ ഒരു തരി ജീരകവും ഒരു കുഞ്ഞ് ഏലക്ക ചതച്ചതുകൊണ്ട്. ഏലക്കൊക്കെ അതൊക്കെ ജീരകവും ഏലക്കൊക്കെ ചേർക്കണം അവനവൻ്റെ ടേസ്റ്റിനും. എന്തോരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് വറ്റി വരുമ്പോ എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനുള്ള പ്ലേറ്റുകളിലേക്കൊക്കെ കോരി വെക്കുക. ഇനി പറയണ പേരെന്താണെന്നറിയാമോ? വെമ്പാച്ചോർ. മധുരം ചേർക്കണില്ല. ഇല്ല, മധുരം ചേർക്കൂല. മധുരം ചേർക്കണത് പാച്ചോറ്. ഇത് വെമ്പാച്ചോർ, മധുരം ഇല്ലാത്ത. അത്രേ ഉള്ളു പരിപാടി. ഇതൊക്കെ കഴിക്കാം. അരിയൊക്കെ ഉണ്ടാവും, തേങ്ങയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക അല്ലേ. പിന്നെ മധുരം വേണമെന്നുള്ളവര് ഇച്ചിരി തേനോ പഞ്ചസാരയോ ഒക്കെ മീതെ എതിരി കഴിക്കുക അല്ലെ, ഇട്ട് കഴിക്കുക. ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം. കോമ്പിനേഷൻ അല്ലേ. പഴയില്ല, പക്ഷെ നമുക്ക് കഴിക്കാം. ഏത്തപ്പഴം ഇല്ല, ഞാനിരിപ്പുണ്ട്. ഇത്രയുള്ള പരിപാടി. സൂപ്പർ ഡിഷാണ്. അപ്പൊ നമുക്ക് ലോക്ക്ഡൌൺ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. പച്ചരി എന്തായാലും വീട്ടിലുണ്ടാവും, തേങ്ങ എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പൊ 4 മണി പലഹാരം വേറെ ഒന്നും ആലോചിക്കണ്ട, വേഗം പോയിട്ട് ഉണ്ടാക്കിയോ. നല്ല ടേസ്റ്റാ. വേണമെങ്കിൽ ഇച്ചിരി മധുരമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും കൊടുക്കാം. മധുരവും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ ഡിഷുകളിലേക്ക് പകർത്തണം കാണിക്കണം. ഞാൻ ഡിഷ് എടുത്തോണ്ട് വരട്ടെ. പകർത്തട്ടെ. ഇങ്ങനെ ഒന്നുമില്ല, പ്ലേറ്റിലിരുന്ന് അതങ്ങ് സെറ്റാവും. ഈ ശർക്കര ഇട്ട പാച്ചോറും ഇതുമൊക്കെ ഈ പരുവത്തിന് കോരി വെക്കണം. അപ്പൊ പ്ലേറ്റിലിരുന്ന് നന്നായിട്ട് മുറുകും. തേങ്ങ ചിരണ്ടിയപ്പോ കിട്ടിയ പൊരിയാട്ടോ അത്. അപ്പൊ നമുക്ക് 3 ഡിഷിലേക്ക് മാറ്റാം. ഇറക്കണമുണ്ടോ? വെമ്പാച്ചോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മധുരം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരപ്രിയർക്ക് മധുരം ഉള്ളതാണ് എപ്പോഴും താല്പര്യം. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. ഒരു വിഷമയോ പോയിസണോ ഒന്നും ഇല്ല അതിനകത്ത്. പ്യുവർ നാച്ചുറൽ ആണ്. വെറും പച്ചരി കൊണ്ട് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ചിലവും ഒന്നുമില്ല. അപ്പൊ നമുക്കിനി മറ്റു ഡിഷുകളിലേക്കൊക്കെ പകർത്താം. ആവി പറക്കുമ്പോൾ ഉള്ള നമ്മുടെ വെമ്പാച്ചോറ് ഇരിക്കുന്ന കണ്ടോ? 3 പാത്രങ്ങളാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. 3 പേർക്ക് കഴിക്കാൻ 3 പാത്രങ്ങൾ. ചൂടാറി കഴിയുമ്പോൾ വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അല്ലാതെയും എടുക്കാം. എന്തായാലും നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് മധുരമുള്ള ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതെ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അതെ, ഏകദേശം ഒക്കെ സെറ്റായി. അപ്പൊ ഈ കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം. നന്നായിട്ട് സെറ്റായി കേട്ടോ. അപ്പോൾ നല്ലൊരു പലഹാരമാണ്. പഴയ കാലത്ത് വീടുകളിലൊക്കെ സ്ഥിരം ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പം ലോക്ക്ഡൗൺ പ്രമാണിച്ച് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാൻ പറ്റാത്തപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നുള്ള ഓരോരോ ആഹാര പരീക്ഷണങ്ങളൊക്കെ നടത്താം അല്ലേ. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അവിടെയൊക്കെ നാടുകളിലില്ലേ ഇങ്ങനെ ഈ വീടൊക്കെ പണിയുമ്പോ കിണറും കുളമൊക്കെ കുത്തൂലേ, അങ്ങനെ കുത്തി കഴിയുമ്പോ വെള്ളം കണ്ടു കഴിയുമ്പോ പള്ളിയിൽ വെമ്പാച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. അതെന്തോ ഒരു വഴിപാട് പോലെ ആ ഏരിയയിൽ ചെയ്യാറുണ്ട്, പിറവം ഭാഗം. അതെനിക്ക് എന്താ അതിന്റെ ഐതിഹ്യം ഒന്നും അറിയില്ല കേട്ടോ. കിണർ കുത്തിയോ കുളം കുത്തിയോ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പള്ളിയിൽ ഈ വഴിപാട് കൊടുക്കും. അത് ശരി. തിരുമറിയിൽ അവിടെ സ്ഥിരമുള്ള ഒരു പരിപാടിയായിരുന്നു പണ്ടത്തെ.
ഏതായാലും നമുക്കിത് കഴിക്കാം. ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോകുമ്പോൾ ലേശം തേൻ ഒഴിച്ചാണ് കഴിക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. കാരണം എനിക്ക് ഇത്തിരി മധുരം ഉള്ളതാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഹാഫാണ് കേട്ടോ എടുത്തോളൂ. എനിക്ക് ഹാഫ് മതി. കാരണം ഞാൻ വേറെ കുറച്ച് കഴിച്ചായിരുന്നു. വേറെ 1-2 സാധനങ്ങൾ കപ്പ പുഴുങ്ങിയത് കഴിച്ചതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ലേശം തേനൊഴിച്ചാണ് ഞാനത് കഴിക്കാൻ പോണേ. അപ്പോൾ ഇത്തിരി മധുരം ഉണ്ടാവും. ഷുഗർ നമുക്ക് കിട്ടുകയോ ഇല്ല അതിനകത്ത്. മതി മതി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ലേശം നമ്മൾ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആട്ടോതാ. നമ്മുടെ പാച്ചോറിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ്. പാച്ചോറ് തന്നെയാണ്, ശർക്കര ഇടാത്ത പാച്ചോറ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീടുകളിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് ഈ പഴയ പലഹാരങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. അതെ അതെ, ഈ ഒരു നല്ലൊരു അവസരമായിട്ട് നമുക്ക് വിനിയോഗിക്കാം ഈ ലോക്ക്ഡൗണിനെ. പച്ചരിയൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ, തേങ്ങയും ഉണ്ടാവും. പിന്നെ സുഖമായിട്ട് ഉണ്ടാക്കാം. അടിപൊളി.